السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على النبي المرسلين وآله وصحبه أجمعين وبعد. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് മനുഷ്യർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിൽ കന്നുകാലികളെ അവർ സൃഷ്ടിച്ചു എന്ന്. സൂറത്ത് അൽ അൻആം, സൂറത്ത് അൽ ബഖറ എന്നീ അധ്യായങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അൽ അൻആം എന്നാൽ കന്നുകാലികൾ എന്നും അൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നുമൊക്കെയാണ്. വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ വിവിധങ്ങളായ സൂറത്തുകളിൽ കന്നുകാലികൾ കൊണ്ട് മനുഷ്യർക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ആ വലിയ ജീവികളെ നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തി തന്നു എന്നതും നിങ്ങളെ അവയുടെ ഉടമസ്ഥന്മാരാക്കി എന്നതും അനുഗ്രഹമല്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു. മനുഷ്യരെ കൊണ്ട് വഹിക്കുവാൻ സാധിക്കാത്ത വലിയ ചുമടുകൾ വഹിച്ചു കൊണ്ടുപോകുവാൻ ഇവയെ കൊണ്ട് സാധിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവ മുഖേന യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയും. ഇന്നും പല രാജ്യങ്ങളിലും സൈന്യത്തിൻ്റെ ഭാഗമാണ് ഒട്ടകങ്ങൾ എന്നത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. തണുപ്പിൽ നിന്നും ചൂടേകുവാൻ ആവശ്യമായ കമ്പിളിയും മനുഷ്യർക്ക് കുടിക്കുവാൻ പാകത്തിലുള്ള പാൽ എന്ന പാനീയവും മിശ്രബുക്കായ മനുഷ്യന് കഴിക്കുവാനുള്ള മാംസവും ഒക്കെ ഈ കന്നുകാലികളിലൂടെയാണ്. മാത്രമല്ല, കന്നുകാലികളെ ആലയിലേക്ക് വൈകുന്നേര സമയത്ത് കൊണ്ടുവരുമ്പോഴും രാവിലെ ആലയിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്തുമൊക്കെ നിങ്ങൾക്കതിൽ വലിയ കൗതുകമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. കന്നുകാലികൾ ലഭിക്കുന്ന തോൽ മുഖേന മനുഷ്യർക്ക് ഉപകാരപ്രദമായ എത്രയോ വസ്തുക്കൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ട്. വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ, തീർച്ചയായും നിങ്ങൾക്ക് കന്നുകാലികൾ വലിയ ഗുണപാഠമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് ഖുർആന്റെ ചോദ്യം, അഫലാ യശ്കുറൂൻ, കുടിക്കുവാനുള്ള പാനീയവും വിവിധങ്ങളായ ഉപകാരങ്ങളും അവയെക്കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ എന്തുകൊണ്ട് റബ്ബിനവർ നന്ദി ചെയ്യുന്നില്ല, ശുക്ർ ചെയ്യുന്നില്ല എന്ന്. ഈ കന്നുകാലികൾ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, അവൻ്റെ വിനയാനീതരായ ദാസന്മാരായി തീരുവാൻ മനുഷ്യർക്ക് സാധിക്കേണ്ടതിന് അവയെ അറുത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന വിവിധങ്ങളായ ആരാധനകൾ പലതും കന്നുകാലികളെ അറുത്തുകൊണ്ട് റബ്ബിലേക്ക് തഖർറുബ്, സാമീപ്യം നേടലാണ്. കുഞ്ഞു ജനിച്ച് 7-ാം ദിവസം അറുക്കുന്ന അഖീഖ അള്ളാഹുവിനുള്ള ഒരു ആരാധനയാണ്. അള്ളാഹുവിന് പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഉരുവിനെ അറുക്കണം എന്ന് നേർച്ച ചെയ്യുന്നത് കന്നുകാലികൾ മുഖേന അള്ളാഹുവിലേക്കുള്ള സാമീപ്യം സിദ്ധിക്കലാണ്. ദുൽഹജ്ജ് 10 മുതൽ അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളായ 11, 12, 13 ദിവസങ്ങളിലുള്ള ഉദ്ഹിയ്യത്ത് അത്തരം ആരാധനയുടെ ഭാഗമാണ്. ഹാജിമാർ ഹജ്ജിൻ്റെ ഭാഗമായി ചെയ്യുന്ന അറവുകൾ ഈ കന്നുകാലികൾ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കലാണ്. ഒരിക്കലും രക്തദാഹിയായ ഒരു അള്ളാഹുവിനെ അല്ല ഇസ്ലാം പരിചയപ്പെടുന്നത്, മറിച്ച് അവ മുഖേന കന്നുകാലികളെ അറുക്കുന്നത് കൊണ്ട് മനുഷ്യർക്കാണ് അതിൻ്റെ ഉപകാരങ്ങളെന്ന്, പാവങ്ങൾക്ക് ഭക്ഷണമാണ് എന്നും, ചോദിച്ചു വരുന്ന ആളുകൾക്കും ചോദിക്കുവാൻ മടി കാണിക്കുന്ന ആളുകൾക്കും അവയിൽ നിങ്ങൾ കൊടുക്കണമെന്ന് പറയും. അവയുടെ മാംസമോ രക്തമോ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവ മുഖേനയുള്ള തഖ്വയാണ് എന്ന്. ഒരു വീട്ടിലെ അംഗത്തെ പോലെ കണ്ടിരുന്ന ഒരു കാലിയെ അയാൾ സ്വന്തം കൈകൊണ്ട് അറുക്കുമ്പോൾ അള്ളാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ഈ മൃഗമല്ല, അതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നതും പ്രീതി ഉദ്ദേശിക്കുന്നതും റബ്ബിനെയാണ് എന്ന വലിയ ഒരു വാക്യമാണ് അതിലൂടെ അവൻ സമർപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നന്ദി ചെയ്യുന്ന ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക
വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.